ഹലോ, നമ്മളൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ പോകുന്ന വട്ടവടയ്ക്കാണ്. സോ 1 ഡേ സ്റ്റേ ആയതുകൊണ്ടുള്ള അതിനുള്ള ലഗേജ് കാര്യങ്ങളെല്ലാം സെറ്റാക്കി നമ്മൾ ജിത്തുവേണ്ണും ഞാനും കുഞ്ഞും ഋതിയും കൂടെ ആണ് പോകുന്നത്. നമ്മൾ കാറിനാണ് ഇവിടുന്ന് പോകുന്നത്. ഒരു 11:30 നമ്മൾ വീട്ടിൽ നിന്ന് ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. ശരിക്കും പറഞ്ഞാൽ വട്ടവട ചൂസ് ചെയ്യാൻ കാര്യം, പണ്ട് ഞാൻ പെറ്റ മകൻ എന്ന് പറഞ്ഞ അഭിമന്യുവിൻ്റെ ആ ഒരു സ്റ്റോറി ഫിലിം കണ്ടപ്പോൾ തൊട്ടേ വട്ടവട ഫുള്ളായിട്ട് മനസ്സിൽ കരുതാണ് കേട്ടോ. അഭിമന്യുവിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, ആ ഒരു കോമ്രേഡാണ്. ആൾ മഹാരാജാസ് കോളേജിൽ പഠിക്കാൻ പോയി, അങ്ങനെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായ സ്റ്റോറി എല്ലാവർക്കും അറിയാമായിരിക്കും. സോ ആ ഫിലിം കണ്ടപ്പോൾ തൊട്ട് വട്ടവട കാണാൻ പോകണം. മൂന്നാർ നമ്മളെപ്പോഴും പോകണതാണ്. മൂന്നാർ എല്ലാവരുടെയും ഒരു നോർമൽ സ്ഥലമാണ്, വിസിറ്റിംഗ് സ്ഥലമാണ്. പക്ഷെ വട്ടവട കാണണം നമ്മൾ. മൂന്നാർ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രാമമാണത്. അവിടെ 6 വില്ലേജസ് കൂടുന്നൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ എനിക്ക് കാണണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നുകൊണ്ട് ഞാൻ കുറേ നാളായി ഇങ്ങനെ പറയണം വട്ടവട. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങളിപ്പോൾ എന്താണേലും വട്ടവടയ്ക്ക് ട്രിപ്പ് പോയി. പക്ഷേ 2 ദിവസം മുമ്പ് ചിത്രവട്ടം പനിച്ച് കിടക്കുമായിരുന്നു. എങ്കിലും നമുക്ക് വട്ടവട കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പിന്നെ അങ്ങ് രണ്ടും കൽപ്പിച്ച് ഏതായാലും റൂമൊക്കെ ബുക്ക് ചെയ്തു. എന്നാൽ പിന്നെ പോകാം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. നമ്മൾ പോയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുങ്ങൂരാണ് നമ്മുടെ ലൊക്കേഷൻ. കൊടുങ്ങൂരിൽ നിന്ന് പാലാ, തൊടുപുഴ, അടിമാലി, മൂന്നാർ, എല്ലപ്പെട്ടി, അങ്ങനെയാണ് നമ്മൾ ലൊക്കേഷൻ പോയത് കേട്ടോ. നല്ല റൂട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചൂസ് ചെയ്ത ദിവസവും നല്ലതായിരുന്നു. കാരണം നമുക്ക് വലിയ മഴയൊന്നും ഉണ്ടായില്ല, നല്ല ക്ലൈമറ്റ് ആയിരുന്നു. കുഞ്ഞിനെ കൊണ്ട് പോയിട്ട് വണ്ടി ഓടിക്കാനൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നില്ല. രാവിലെ ഒരു 11:30 ആയപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. രാവിലെ മോർണിംഗ് ഒക്കെ പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ ഞങ്ങൾക്ക് മോർണിംഗ് ഇറങ്ങാൻ പറ്റിയില്ല. ഞങ്ങൾ ഇറങ്ങിയൊക്കെ വന്ന് എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെക്ക് ചെയ്ത് ഒരു ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്താണ് പോയത്. കുഞ്ഞിനെ കൊണ്ട് പോകുന്നതുകൊണ്ട് ഒരു സാധനം മിസ് ചെയ്യരുത്, അതിന് വേണ്ടിയിട്ട് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു. അതൊക്കെ ഒന്ന് റിപ്പീറ്റ് നോക്കി ഇറങ്ങിയപ്പോഴത്തേനും 11:30 ആയി. പക്ഷേ വട്ടവട നമ്മൾ റൂം എടുത്തെങ്കിലും അത് വട്ടവട പോസ്റ്റിനകത്താണോ പുറത്താണോ എന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. സോ അത് ഞങ്ങൾ ക്ലിയർ ചെയ്തുമില്ല. അപ്പോൾ അതുകൊണ്ട് വട്ടവട പോസ്റ്റിനകത്ത് കയറണമെങ്കിൽ 6 മണിക്ക് മുമ്പ് നമ്മൾ ലൊക്കേഷനിലെത്തണം. അപ്പോൾ ആ ഒരു ധൃതിയിലാണ് ഞങ്ങൾ ശരിക്കും പോയത്. എങ്കിലും എന്താ പറയുന്നത്, നല്ല ട്രിപ്പായിരുന്നു. നമ്മൾ ഫുഡൊക്കെ കരുതിയിട്ടാണ് പോയത്. ഋതിക്കുടിനുള്ള പാല്, അവൻ ചൂടുവെള്ളം, പാലെടുക്കാൻ വേണ്ടിയിട്ടുള്ള ചൂടുവെള്ളം, പിന്നെ അവൻ്റെ ഫുഡ് സോളിഡ്സ്, പിന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൊതി ചോറ്. 11:30 പോയതുകൊണ്ട് രാവിലത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. പിന്നെ എങ്ങും തന്നെ ഞങ്ങൾക്ക് നിർത്തേണ്ടി വന്നില്ല. ഞങ്ങൾ കണ്ടിന്യൂ ട്രാവൽ തന്നെയായിരുന്നു, എങ്ങും നിർത്തിയില്ല. പിന്നെ ഇങ്ങനെ പോകുന്ന വഴിക്ക് ശരിക്കും മൂന്നാറിനോട് അടുത്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, മേഘമൊക്കെ നമ്മുടെ കയ്യെത്തും ദൂരത്ത് നിൽക്കുന്ന പോലെ നിറച്ച് കോടയൊക്കെ നിറഞ്ഞ് നല്ല മഞ്ഞും നല്ല വ്യൂ. ഈ വ്യൂ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ നമ്മൾ മറന്നു പോകും. അതുപോലത്തെ സിറ്റുവേഷനാണ്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ മൂന്നാർ പോകേണ്ട ടൈമാണ് കേട്ടോ. ഈ മഞ്ഞൊക്കെ വീഴുമ്പോൾ നമ്മൾ മഴയൊക്കെ നനഞ്ഞ് കുട പിടിച്ച് പോകുന്നതിലും ഇങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിൽ കാണുന്നതാണ് കുറച്ചുകൂടെ ഭംഗിയെന്നാണ് എനിക്ക് തോന്നണേ. ഇടയ്ക്കിടയ്ക്ക് മഴച്ചാറലുണ്ട്, പക്ഷെ അത് 5 മിനിറ്റിൽ നിന്ന് പോകും. അത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോസ് എടുക്കാനും വ്യൂസ് കാണാനും ഒക്കെ പറ്റും. വലിയ തിരക്കുമില്ല, വലിയ ബ്ലോക്കൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങൾ ചെന്നു കേട്ടോ. കാരണം ഹൈ റേഞ്ചിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നോർമലി ഒരു വണ്ടി പോയി കഴിഞ്ഞാൽ അടുത്ത വണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, നമുക്ക് ഓവർടേക്ക് ഇതൊക്കെ പോകാൻ പാടാണ്. പിന്നെ ഞങ്ങൾ മൂന്നാർ ടൗണൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് വണ്ടി നിർത്തി ഋതുക്കുട്ടിൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് ഊരി ആൾക്ക് പാലൊക്കെ കൊടുത്ത് ഞങ്ങളും പയ്യെ കുറച്ച് നേരം അവിടെ നിന്ന് വ്യൂ ഒക്കെ കണ്ട് ഫോട്ടോസ് എടുത്ത് ഫുഡ് കഴിച്ചു. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് കഴിക്കേണ്ടത് കൊണ്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്തു. ഫുഡ് കഴിച്ചു, കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും പോയി. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ലൊക്കേഷനിലെത്തി. ഞങ്ങളുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ പർദീസ ടോപ്പ് സ്റ്റേഷൻ പൂൾ റിസോർട്ടാണ്. അത് ആക്ച്വലി വട്ടവട പോസ്റ്റിന് മുമ്പായിട്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് 6 മണിന്ന് വന്നൊരു പ്രശ്നം ഇല്ലായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത് പക്ഷേ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. സോ ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ജെയിംസ് ചെയ്യേണ്ട ഒരു ചായക്കട കണ്ടു. അവിടെ ഋതിക്കുട്ടിനെ ഇങ്ങനെ വീണ്ടും ഉടുപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് ഞങ്ങളൊരു ചായയും മാഗിയും കുടിച്ചു. ചായ കുടിച്ചപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചായ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ചായപ്പൊടി വരെ ഏതാണെന്ന് ചോദിച്ചു, അങ്ങനത്തെ ഒരു ചായ. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ റിസോർട്ട്, പർദീസ ടോപ്പ് സ്റ്റേഷൻ പൂൾ റിസോർട്ട്. ഇത് ഞാൻ ഒരുപാട് ഇങ്ങനെ നോക്കിയാണ് റിവ്യൂസൊക്കെ എടുത്തിട്ടാണ് ഞാൻ ചൂസ് ചെയ്തത്.
റൂം ചൂസ് ചെയ്തത്. കാരണം എനിക്ക് നമ്മൾ ഒരു ബാച്ചിലർ അങ്ങനെ ഒരു ഇതിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മഡ് ഹൗസ് അങ്ങനത്തെ കാര്യങ്ങൾ, ടെൻറ്റ്, ഇതൊക്കെയാണ് നല്ലത്. പക്ഷെ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ കുഞ്ഞിൻ്റെ കംഫർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു വൃത്തി ക്ലീൻ ആയിട്ടുള്ള അങ്ങനെ ഒരു റൂം കിട്ടുവാണ്. അതും അഫോർഡബിൾ പ്രൈസിൽ കിട്ടണം. അങ്ങനെയായിരുന്നു ഞാൻ നോക്കിയത്. സോ അങ്ങനെ നോക്കിയപ്പോൾ എന്തുകൊണ്ടും എനിക്ക് ഓക്കെ ആയ ഒരു ഇതാണ്. പക്ഷേ ചെല്ലുമ്പോൾ അതങ്ങനെ ആയിരിക്കുമെന്ന് അറിയില്ല, ഫോട്ടോസ് മാത്രമല്ല നമ്മൾ കാണുന്നുള്ളൂ. സോ അങ്ങനെ ഞങ്ങൾ ലൊക്കേഷനിൽ ചെന്നു. ഞങ്ങൾ പോയി. ഇതാണ് എൻട്രൻസ്. ഈ നമ്മൾ കാർ അവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ കയറി വരുമ്പോൾ ഇതാണ് അവരുടെ റിസപ്ഷൻ ഏരിയ. അവിടുന്ന് ഞങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു റൂമുണ്ടായിരുന്നത്. സോ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ നോക്കിയപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് എന്താണോ ഫോട്ടോയിൽ അയച്ചു തന്നത് ആ സെയിം ആയിരുന്നു കേട്ടോ. നല്ല ക്ലീൻ ആയിരുന്നു റൂമും കാര്യങ്ങളും എല്ലാം. അതുകൊണ്ട് എനിക്ക് കുഞ്ഞിൻ്റെ കാര്യത്തിലും ഒരു കംഫർട്ടോ പ്രോബ്ലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം കൊണ്ടും ഇഷ്ടപ്പെട്ടു. അഫോർഡബിളായിട്ട് തന്നെയുള്ള റൂമും ആയിരുന്നു. പിന്നെ ഇവിടെ മൂന്നാറൊക്കെയുള്ള റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ AC ഉണ്ടാവില്ല, ഫാനും ഉണ്ടാവില്ല. കാരണം അല്ലാതെ തന്നെ റൂമിൽ നല്ല തണുപ്പാണ്. സോ ഇതായിരുന്നു ഞങ്ങളുടെ റൂം. നല്ല റൂമായിരുന്നു. ബെഡ്റൂം, അതുപോലെ തന്നെ ബാത്റൂം, അതുപോലെ അവർ നമുക്ക് ചെല്ലുമ്പോൾ ഒരു കുപ്പി വെള്ളവും ഒരു ചെറിയ സോപ്പും ഒരു ടവലും അവർ തന്നെ തരും. പിന്നെ നമ്മുടെ റൂമിൽ ഒരു വലിയ കണ്ണാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ റൂമിലെ കണ്ണാടി. ഋതികുട്ടിന് അവനെ കണ്ണാടി കണ്ടിട്ട് ഋതി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് കണ്ടപ്പോഴേ ഞാൻ ഫസ്റ്റ് ഋതികുട്ടിനെ കൊണ്ട് കാണിച്ചിട്ട് ഋതി എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി. അവനത് ചോദിച്ചപ്പോഴേ ഭയങ്കര ഹാപ്പിയായി. പിന്നെ നമ്മുടെ റൂമിലാണെങ്കിൽ വലിയൊരു കബോർഡുണ്ട്, ഹാങ്ങറുണ്ട്, നമുക്ക് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. പിന്നെ ഒരു ബാൽക്കണി ഉണ്ട്. ഇതാണ് നമ്മുടെ ബാൽക്കണി ഡോറ്. സോ നമ്മൾ ബാൽക്കണിയിൽ നിന്ന് ഡോറ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ റിസോർട്ടിൻ്റെ ഫ്രണ്ട് സൈഡ് തന്നെയാണ്. എനിക്ക് ആ സൈഡിലത്തെ മുറിയാണ് കിട്ടിയത്. അപ്പം നമ്മൾ ഫ്രണ്ട് വ്യൂ ഇങ്ങനെയാണ് നമ്മൾ പർദീസിലേക്ക് കയറി വരുന്നത്. ചിത്രേട്ടൻ പാവം എല്ലാ ലഗേജസും പയ്യെ ഓരോന്നോരോന്നായിട്ട്, ഒരുപാടൊന്നും ലഗേജ് ഉണ്ടായിരുന്നില്ല. എന്നാലും നമുക്ക് കുഞ്ഞ് ഉള്ളതുകൊണ്ട് എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ഒരു കവർ മാത്രമാണ് ഞാൻ എടുത്തിട്ട് വന്നത്. ബാക്കിയെല്ലാം ചിത്രേട്ടൻ രണ്ടാമത് പോയി റൂമൊക്കെ നോക്കിയിട്ട് രണ്ടാമത് താഴെ ഇറങ്ങിപ്പോയി ലഗേജസ് എല്ലാം എടുത്തുകൊണ്ട് വന്നു. അപ്പോൾ അച്ഛനെ താഴെ കണ്ടപ്പോൾ ഋതിക്കുട്ടൻ ഇവിടുന്ന് കൂവി വിളിക്കുന്നു. ഇങ്ങനെ അച്ഛാന്ന് വിളിക്കില്ല, ഒച്ച ഉണ്ടാക്കും. സോ അങ്ങനെ വിളിക്കുന്നു. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം കാടാണ് കേട്ടോ. നമ്മുടെ റിസോർട്ട് ഇരിക്കണത് കാട് ഏരിയയിലാണ്. അതായത് ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫോറസ്റ്റ് ഏരിയ ആണ്. അപ്പോൾ കാട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടുന്ന് അങ്ങനെ വ്യൂ പോയിൻറ്റ്സ് ഒന്നുമില്ല. നമ്മുടെ ലൊക്കേഷനിൽ നിന്ന് വ്യൂ പോയിൻറ്റിലേക്ക് നമ്മൾ പോകണം. അതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ റൂമിൽ നിന്ന് ഫ്രഷായി താഴെ വന്ന് അവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അവിടെ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് അത് ലൈറ്റ് ചെയ്യാൻ വെച്ച് താമസിച്ചു. മഴ വീഴുന്നത് കൊണ്ട് ഓപ്പൺ ഏരിയയിലാണ്. അപ്പോൾ അതിന് ശേഷം അത് കഴിഞ്ഞ പയ്യന്മാർ അവിടെ ക്യാമ്പ് ഫയർ ലൈറ്റ് ചെയ്തു. അത് കത്തിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഉണ്ടായിരുന്നു. കത്തിച്ച ഉടനെ ആയതുകൊണ്ട് ഫാമിലീസ് ഒന്നും മഴയായിരുന്നുകൊണ്ട് അധികം ഇറങ്ങി വന്നില്ല. അവർ കുറേ നേരം കഴിഞ്ഞിട്ട് വന്നത്. അപ്പോഴത്തേക്കും നമ്മൾ ഋതിക്കുട്ടനുമായിട്ട് കയറിപ്പോയി. അവനാണ് ആകെ എക്സൈറ്റഡ് ആയി. അത്രയും തീ കത്തണതും ആ സൗണ്ട് എവിടെ നിന്നാണെന്ന് തിരിഞ്ഞ് നോക്കണേ. അവരവിടെ സ്പീക്കർ വെച്ചിരിക്കുന്നതിൻ്റെ ഹെവി വോളിയൂം അതൊക്കെയാണ് ആൾ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നത്. ക്യാമ്പ് ഫയറിന് സോങ് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോയി ഉറങ്ങി. ഋതിയെ ഉറക്കി. ഋതിയാണെങ്കിൽ തണുപ്പില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പക്ഷെ തണുത്തെങ്കിലും ഒന്നോർത്ത് പുതച്ചിട്ടാവും വീണ്ടും എഴുന്നേറ്റ് വരുമായിരുന്നു, പുതപ്പൊക്കെ തട്ടി എറിഞ്ഞിട്ട്. പിന്നെ അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ ഇതാണ് ഇവിടുത്തെ ക്യാമ്പ് ഫയറിൻ്റെ ലൈറ്റിങ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് സെക്കൻഡ് ഡേ വീഡിയോയിൽ കാണാം. ബൈ.